അതുകൊണ്ട് മനഃപൂർവ്വം അവരെ ഒളിപ്പിച്ചതാണെന്നും പ്രോസിക്യൂഷൻ സംശയമുണ്ട്. അവരുടെ ജീവന് ത്രട്ടനുണ്ടെന്നാണ് എൻ്റെ സംശയം. ചിലപ്പോൾ അവരെ ഒളിവിൽ താമസിപ്പിക്കാനോ അപായപ്പെടുത്താനോ പോലും സാധ്യതയുണ്ട്. അമ്മയുടെ മുമ്പിൽ വെച്ച് ഒന്ന് കരയാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇനിയെന്നും ചേച്ചി തന്നെ വരേണ്ടി വരും മരുന്ന് കൊടുക്കാൻ. അതൊന്നും വേണ്ട, അമ്മ ഇനി മരുന്ന് കഴിച്ചോളൂ. അല്ല അമ്മ, അമ്മയുടെ മോളല്ലേ പറയുന്നേ, അനുസരിക്കില്ലേ? എനിക്ക് നല്ല ഉറക്കം വരുന്ന മോളെ. അമ്മ ഉറങ്ങിക്കോ. സ്നേഹ, അമ്മ കിടന്നോ, വാ. മോള് പോവല്ലേ? ഇല്ല, അമ്മ ഉറങ്ങിക്കോ. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ആ. അർച്ചനടുത്തിടെ അടുത്ത് ചേച്ചി കൊണ്ട് പോകാമെന്ന് പറഞ്ഞതിന്റെ സന്തോഷത്തിലാ ഇപ്പൊ മരുന്ന് കഴിച്ചത്. ഉണരുമ്പോ ഇനിയും പഴയ അവസ്ഥയാവും. അമ്മ പറയുന്ന പോലെ ചിലപ്പോ അർച്ചന മരിച്ചിട്ടില്ലെങ്കിലോ? അങ്ങനെ സംഭവിക്കാലോ. ഒരമ്മയ്ക്കല്ലേ അത് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അർച്ചനടുത്ത് എന്നേ ഞങ്ങളെ കാണാൻ വന്നേനെ. വന്നല്ലോ മോളെ, ഞാൻ നിങ്ങളെല്ലാം കണ്ടല്ലോ. ഇനിയും ഈ അടുത്ത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഒരു മനോരോഗത്തിനും വിട്ടുകൊടുക്കാതെ എൻ്റെ അമ്മയെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഞാനൊന്ന് ഇറങ്ങട്ടെ. സച്ചേട്ടൻ വന്നിട്ട് പോവാം. വേണ്ട, പോവാൻ കുറച്ച് തിരക്കുണ്ടേ. ചേച്ചി നാളെ വരത്തില്ലേ? വരും. എന്താമ്മായി, സുഖല്ലേ? എന്താടി, നിനക്കിതിനകത്ത് എന്തേലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ആണോ? നീ എന്നെ ചീത്ത പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായി. മൂർത്തി, എന്ത് വേണോന്ന് മാഡം പറഞ്ഞാ മതി. സത്യം തുറന്നു പറയാന്ന് സമ്മതിക്കുന്നത് വരെ രണ്ടെണ്ണത്തിനും പച്ചവെള്ളം കൊടുത്തു പോരുത്. സുഗതൻ മേനോന്റെ രഹസ്യങ്ങൾ നിന്നെ കൊണ്ടൊക്കെ പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവരെ നല്ലപോലെ പിഴിഞ്ഞെടുക്കാൻ പറയണം സന്ദീപിനോട്. പറയാം മാഡം. അടിച്ചോ ഇടിച്ചോ ചവിട്ടിയോ എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ സുഗതൻ മേനോന്റെ വലിയ രഹസ്യം ഇവരെ കൊണ്ട് പറയിക്കണം. രണ്ടെണ്ണത്തിനോട് ഒരു ദയയും കാണിക്കരുതെന്ന് സന്ദീപിനോട് പ്രത്യേകം പറയണം. ശരി മാഡം. അളിയെന്ന് നേരത്തെ എത്തിയോ? ഞാൻ രാജുവിനെ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ അളിയാ? അനിരുദ്ധന്റെ കേസിലെ സാക്ഷി വിസ്താരം മറ്റന്നാൾ. അയാളുടെ ഭാര്യ ലീലാവതിയെയും മകൾ കാഞ്ചനയും ഞാൻ പലതവണ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഫോൺ കണക്ട് ആവുന്നില്ല. അവർ രണ്ടുപേരും അവന്തിയുടെ വീട്ടിലാണ് താമസം എന്നാ കേട്ടത്. അത് ഞാൻ അറിഞ്ഞായിരുന്നു. അല്ല,
അവരെന്തിനാണ് ഈ കേസിലെ പ്രതിയായ അവന്തികയുടെ വീട്ടിൽ പോയി താമസിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്കും അത് മനസ്സിലാവുന്നില്ല അളിയാ. അങ്ങനെയാണെങ്കിൽ അവരെ വിളിച്ചിട്ട് കിട്ടാതിന്റെ പിന്നിലും അവന്തിക തന്നെയായിരിക്കും. ആ വീട്ടിലവരുണ്ടോ എന്നൊരു പോലീസ് അന്വേഷണം നടത്തണം. സാക്ഷി വിസ്താരത്തിനെത്തിയ അവരെ ക്രോസ് ചെയ്യുമ്പോൾ സത്യം പുറത്തു വരുമെന്ന് അവന്തിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മനഃപൂർവ്വം അവരെ ഒളിപ്പിച്ചതാണെന്നും പ്രോസിക്യൂഷൻ സംശയമുണ്ട്. അവരുടെ ജീവന് ത്രട്ടനുണ്ടെന്നാണ് എൻ്റെ സംശയം. ചിലപ്പോ അവരെ ഒളിവിൽ താമസിപ്പിക്കാനോ അപായപ്പെടുത്താനോ പോലും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. അളിയൻ ഒഫീഷ്യലായിട്ട് തന്നെ അന്വേഷിക്കാൻ പറയണല്ലേ? അതെ. വിചാരണയ്ക്ക് മുമ്പ് അവരെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കണം. സാക്ഷി വിസ്താരത്തിന് കോടതിയിൽ അവരുണ്ടാവണം. ആ ചുമതല ഞാൻ അളിയനെ ഏൽപ്പിക്കുക. അളിയൻ ധൈര്യമായിട്ടിരിക്കും. സാക്ഷി വിസ്താരത്തിനുള്ള നടപടിയായിട്ട് മുന്നോട്ട് വയ്ക്കോ. സാക്ഷിയെ വിളിക്കുമ്പോ അവര് രണ്ടുപേരും കോടതിയിലുണ്ടാവും. അത് ഞാൻ ഏറ്റു. ഞാനേ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. ആ ശരി. ചെല്ലേ. എന്താ സാറേ, പോലീസുകാരൊക്കെ ആയിട്ട് എന്റെ വീട്ടിലേക്ക്? നിങ്ങൾ ഇവിടെ രണ്ടുപേരെ തടവി പാർപ്പിച്ചിട്ടുണ്ടെന്ന് പരാതി കിട്ടിയിട്ട് വന്നതാ. സാറ് വല്ല സ്വപ്നം കണ്ടതായിരിക്കും. ഞാനിവിടെ ആരെയും ഒളിപ്പിച്ചിട്ടൊന്നുമില്ല. അഭ്യാസം പോലീസിനോട് വേണ്ട. കൊല്ലപ്പെട്ട അനിരുദ്ധന്റെ ഭാര്യ ലീലാവതിയും മകൾ കാഞ്ചനയും നിങ്ങൾ ഇവിടെ പൂട്ടിയിട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. എനിക്കിവിടെ ഒരു രഹസ്യവും സൂക്ഷിക്കാനില്ല. ആരെയും പൂട്ടിയിട്ടിട്ടുമില്ല. സാർ വേഗം ഈ പരിവാരങ്ങളെ വിളിച്ചോണ്ട് തിരിച്ചു പോവാൻ നോക്ക്. അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, ആരാ ഈ മിസ്സിംഗ് കേസിന് പരാതി തന്നത്? എനിക്കവരൊന്ന് കാണണമല്ലോ. ആ സുഗതൻ മേനോനാണോ പരാതിക്കാരൻ? അതെ, അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ആ, എന്റെ വീട് സെർച്ച് ചെയ്യാൻ സാറിന് വാറന്റ് ഉണ്ടോ കയ്യില്? അപ്പൊ അതൊന്നും ഇല്ലാതെയാ സാർ ഇവരെയും കൊണ്ട് ചാടി പുറപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നത് അല്ലേ? വാറണ്ടില്ലാതെ സെർച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഡോ, ഈ വീടിന്റെ ഓരോ മുക്ക് മൂലയും അരിച്ചു പറക്കിക്കോണം. ഈ വീടിനകത്ത് എവിടെ കൊണ്ടേ ഒളിപ്പിച്ചാലും കണ്ടുപിടിക്കണം. ചെല്ലേ സർ. ശരി സർ. നിങ്ങൾ ഈ കാണിക്കുന്ന ഈ മര്യാദകേടിന് മുകളിലുള്ളവരോട് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. അവരോടെ ഞാൻ പറഞ്ഞോളാം. പക്ഷേ അനിരുദ്ധന്റെ ഭാര്യയും മകളും എവിടെയാണെന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും.